മോനെ നീ എന്തായാലും കഴിവല്ലേ, ഇതില് ചേട്ടന്റെ ഇത്തിരി ഉടുപ്പും പാൻറ്റും ഉണ്ട്. അച്ഛൻ അറിയണ്ട, നീ ഒന്ന് കഴിവിടോ. ഓ ചേട്ടാ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ചേട്ടന്റെ ഉടുപ്പ് കഴിയുന്നല്ല എനിക്ക് സന്തോഷമുള്ളു. ഞാൻ നനച്ചിട്ടോളാം. ചേട്ടൻ മാറി നിന്നോ, അല്ലെങ്കിൽ ചേട്ടന്റെ ദേഹം എല്ലാം നനയും. ഓടാ മോനെ, ഞാൻ മാറിയിരിക്കാം. രണ്ടെണ്ണോട് എന്തൊരു പരിപാടി. അച്ഛനും ഇങ്ങോട്ട് വന്നാ. അടിപൊളി അടിപൊളി അടിപൊളി. അത് ആരും ഉടുപ്പടാ? അരുണിന്റെ ഉടുപ്പല്ലേ? നിനക്ക് സ്വന്തം ഉടുപ്പ് കഴിവ് പറഞ്ഞൂടാ അരുണെ? അച്ഛൻ ഞാൻ നിർബന്ധിച്ചില്ല. അവൻ പറഞ്ഞ ചേട്ടാ കഴിക്കോളാം എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ച് കൊടുത്തതല്ല അച്ഛാ. ആ, ഇനി അങ്ങനെയൊക്കെ പറയാലേ? അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ചേട്ടന്റെ ഉടുപ്പ് ഞാൻ ഇപ്പൊ കഴിയുമെന്ന് പറഞ്ഞ എന്ത് കുറ്റം. എന്ത് പണിയോ ഓടി ഓടി ചെയ്തോളൂ. പാവം എന്റെ മോൻ. ഒരു കണക്കിന് നമ്മൾ ഭാഗ്യം ചെയ്തവരല്ലേ അച്ഛാ. ഇവനെ പോലത്തെ ഒരു മകനെ ദത്തെടുത്ത് എന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു അനിയനെയും കിട്ടി. അച്ഛൻ ഭാഗ്യം ചെയ്ത തന്നെ അച്ഛാ. എന്താ പറയുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അച്ഛാ. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ മോനെ. ഞാൻ ഇപ്പൊ ദത്തെടുക്കുന്ന ഇപ്പം ആൾക്കാർ ഇപ്പം കാലമൊക്കെ മാറിയല്ലോ. ഇപ്പൊ ദത്തെടുക്കുമ്പോ നല്ല രീതിയിലൊക്കെ നോക്കി എടുക്കണ്ടേ? എനിക്കെല്ലാം അറിയാം അച്ഛാ. ഞാൻ ഒരു ദത്ത് പുത്രനാണെന്ന് എല്ലാം എനിക്കറിയാം. നീ ഇതെങ്ങനെ അറിഞ്ഞു മോനെ? അച്ഛനും ചേട്ടനോട് ഇന്നാവശ്യം പിൻവശത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാം ഞാൻ കേട്ട്. ചേട്ടനും അച്ഛനും എവിടെ പോയി? കണ്ടില്ലല്ലേ? എന്താ വിളിച്ച മോനെ? നീ ഇത് ശ്രദ്ധിച്ച് കേക്കണം. പാനിക്കൊന്നും ആവണ്ട. ജിത്തു നമ്മളെ മോനല്ലടാ. നമ്മള് ദത്തെടുത്തേണോ അവനെ. എന്താ പറയുന്ന? അച്ഛ ഇത്രയും നാളെ എന്നിൽ നിന്നൊക്കെ ഇത് ഒളിച്ചു വെച്ചിരുന്ന എന്തിനച്ചാ? പാവം. ഇനി അവൻ മരിക്കുന്നത് വരെ ഈ സത്യം അവൻ അറിയണ്ട മോനെ. അച്ഛാ, എടാ നീ ഒരു കാര്യമെങ്കിലും അറിഞ്ഞിരിക്കണം. നിന്റെ അച്ഛനും അമ്മയില്ല. വേണ്ട അച്ഛാ. എനിക്ക് എന്റെ അച്ഛനും എന്റെ അമ്മയും എന്റെ ചേട്ടനും നിങ്ങൾ 3 പേരുമാണ്. എനിക്ക് ഇനി വേറൊരു അച്ഛനും അമ്മയും വേണ്ട. എനിക്കത് അറിയുകയും വേണ്ട മോനെ. എനിക്ക് നിങ്ങളെ പോലത്തെ അച്ഛനെയും അമ്മേനെയും ചേട്ടനെ എവിടെ കിട്ടുവച്ചാ? നിങ്ങൾ 3 പേരും മതി എനിക്ക്. വേറെ ആരും വേണ്ട എനിക്ക്. ഇതൊരു വിധിയാ എന്തോ എന്റെ ഭഗവാനെ.